ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെയേറെ ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ജനനത്തിൻ്റെ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പലപ്പോഴും നോമ്പനുഷ്ഠാനം വളരെയേറെ പ്രയാസത്തോടെ സ്വീകരിക്കുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ സഭയിൽ നിന്ന് കൽപ്പിച്ചിരിക്കുന്ന 5 നോമ്പുകളും അനുഷ്ഠിക്കുന്ന ഒട്ടേറെ വിശ്വാസികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലേറ്റവും ശ്രേഷ്ഠമായ നോമ്പിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ജനനം. പൗരസ്ത്യ പിതാക്കന്മാർ ഡൊമിനിക്കൽ ലെൻറ്റ് എന്ന് പറഞ്ഞ് പരമപ്രാധാന്യത്തോടെ കാണുന്ന 3 നോമ്പുകളിലൊന്നാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ജനനത്തിന് മുൻപുള്ള 25 നോമ്പ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നോമ്പ് നമുക്കറിയാം, 50 നോമ്പാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നോമ്പ് പലപ്പോഴും നമ്മുടെ ചിന്തയിലിരിക്കുന്നത് 3 നോമ്പാണ് എന്നാണ്. നമ്മൾ അത്ര ഗൗരവത്തോടെ എടുക്കാത്ത 13 നോമ്പാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട നോമ്പായിട്ട് പിതാക്കന്മാർ കാണിക്കുന്നത്. അതുകൂടാതെ 2 കാനോനിക നോമ്പുകൾ കൂടെ നാം അനുഷ്ഠിക്കുന്നുണ്ട്. 15 നോമ്പും 3 നോമ്പും. ഈ ഒന്നാമത്തെ ക്രിസ്തുമസിന് മുൻപുള്ള 25 ദിവസം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചതിൻ്റെ പ്രതിപകരമായിട്ട് പിതാവാം ദൈവത്തോടുള്ള നന്ദി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശുദ്ധ നോമ്പ് നാം ആചരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നോമ്പ് 50 നോമ്പ്. നമുക്കറിയാം, മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പരിപൂർണത കാൽവറിയിലെ ക്രൂശ് മരണത്തോടുകൂടെ എല്ലാ കഷ്ടതകളും സഹിച്ചുകൊണ്ട് ലോകത്തെ വീണ്ടെടുക്കുവാൻ തയ്യാറായ പുത്രൻ തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി അനുഷ്ഠിക്കുന്ന നോമ്പാണ്. മൂന്നാമത്തെ നോമ്പ് പിതാക്കന്മാർ പറയുന്നത് പരിശുദ്ധ 13 നോമ്പ്. പരിശുദ്ധാത്മാവിനെ നൽകി അപ്പോസ്തോലന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അയച്ചു. ആ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹത്തെ പ്രതി ആചരിക്കുന്ന നോമ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതും ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഭക്ഷണത്തിൻ്റെ വർജനം മാത്രമല്ല, ആത്മശരീര മനസ്സുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. ഈ പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത അതാണ്, പവിത്രമായ നോമ്പാണ്. ഭക്ഷണത്തെ വർജിച്ചുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ഈ നോമ്പിനെ ആചരിക്കുവാനായിട്ട് സാധിക്കണം. പരമപ്രധാനമായി ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ചിന്ത അതാണ്, ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ജനനത്തിന് നാം ഒരുങ്ങുകയാണ്. ആ പുതുപിറവി ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നമ്മെ തന്നെ സ്വയം ശുദ്ധീകരിക്കുവാൻ ആത്മസമർപ്പണത്തോടെ വ്രതനിഷ്ഠയോടെ ഈ നോമ്പനുഷ്ഠിക്കുവാൻ ഞാനും ഒരാളായി ദൈവസന്നിധിയിലുണ്ട് എന്ന വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടാകും. രണ്ടാമത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. യോഹന്നാൻ മാംദാനയുടെ ജനനത്തിൻ്റെ ദിനമാണ് ഇന്ന്. സഭ ശിശുദിനമായിട്ട് ആചരിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ
ഒട്ടേറെ കാര്യങ്ങൾ ഇന്നത്തെ വേദ ചിന്തയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായി തോന്നുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുക എന്നുള്ളതാണ് നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നവനാണ് ഈ സ്നാപക യോഹന്നാൻ. ഇത് നമ്മെ സംബന്ധിച്ച് ഈ യോഹന്നാൻ്റെ ജനനദിനം ആചരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ഈ ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലേക്ക് ഈ ലോകത്തെ മുഴുവൻ സജ്ജരാക്കുവാൻ വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതിന് യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിലൂടെ നൽകിയ ശ്രേഷ്ഠമായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാൻ സ്നാപകൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരുക്കം നമുക്കറിയാം. സ്വയം ഒരുങ്ങുകയും ലോകത്തെ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അദ്ദേഹത്തിൻ്റെ പരസ്യമായ വെളിപ്പെടലിന് മുൻപ് അവൻ വളരെ രഹസ്യമായിട്ട് ജീവിച്ചു. അവൻ്റെ ഭക്ഷണ രീതി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി ആർജിക്കുവാനുള്ള ഒരുക്കത്തോടെ ആയിരുന്നു ഈ സ്നാപക യോഹന്നാൻ്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ വഹിപ്പാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈ വരുന്നത് എന്ന് സധൈര്യം ലോകത്തിന് സാക്ഷിക്കുവാൻ, പ്രവാചക ശബ്ദത്തോടെ സാക്ഷിക്കുവാൻ യോഹന്നാൻ സ്നാപകന് സാധിച്ചു. ഏലിയാവിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടെ പ്രവാചക ശബ്ദമായി ക്രിസ്തുവിന് മുൻപ് അധിവസിക്കുവാനായിട്ട് ഈ സ്നാപക യോഹന്നാന് സാധിച്ചു. നമുക്കറിയാം, പ്രവാചക ദൗത്യം വളരെയേറെ പ്രയാസമുള്ളതാണ്. തെറ്റിനെ തെറ്റെന്ന് സധൈര്യം ചൂണ്ടിക്കാട്ടുവാൻ പ്രവാചകന് സാധിക്കണം. നീതിയുടെ മാർഗത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ പ്രവാചകന് സാധിക്കണം. ഇത് സ്നാപക യോഹന്നാന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ട നിമിഷങ്ങൾ അതുകൊണ്ട് ത്യജിക്കേണ്ടതായിട്ട് സ്നാപക യോഹന്നാന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും മാത്രമേ ഈ പാതയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജനം മുഴുവൻ ഇവൻ മെസ്സിഹായാണോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വയം അതിൽ നിന്ന് പിന്മാറി, ഞാനല്ല, എനിക്ക് പിൻപേ വരുന്നവനാണെന്ന് ഉറപ്പിച്ച് പറയുവാനുള്ള ഒരു താഴ്മ, ഒരു വിനയം യോഹന്നാനുണ്ടായിരുന്നു. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് പൂർണ്ണമായും ആത്മസമർപ്പണത്തോടെ ഉച്ചൈസ്തരം പ്രഘോഷിക്കുവാൻ ഈ സ്നാപക യോഹന്നാന് സാധിച്ചു. ഈ ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടതുകൊണ്ട് തൻ്റെ തലയെ താലത്തിൽ നൽകുവാൻ പോലും യാതൊരു മടിയും അവനുണ്ടായില്ല. നീതിക്ക് വേണ്ടി പോരാടുവാൻ, ദൈവജനത്തെ ഒരുക്കുവാൻ, അധർമ്മത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുവാൻ, നീതിയുടെ മാർഗത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ ഈ മശിഹായുടെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകന് സാധിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അതിന് സ്നാപക യോഹന്നാൻ്റെ ഈ ജീവിത മൂല്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏതെല്ലാം ശ്രേഷ്ഠതകൾ യോഹന്നാൻ സ്നാപകൻ്റെ നാം മനസ്സിലാക്കുന്നുവോ അതെല്ലാം സ്വയം ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരാക്കുവാൻ, സ്വയം ഒരുങ്ങുവാൻ, ഭക്ഷണവർജനത്തിലൂടെ ദൈവസന്നിധിയിൽ രഹസ്യമായ ജീവിത അനുഭവങ്ങളിലൂടെ എല്ലാം ഏതെല്ലാം തരത്തിൽ ഈ ഒരുക്കം പ്രാപിച്ചുവോ ആ ഒരുക്കത്തിലൂടെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള വഴിയൊരുക്കുന്നവരായിട്ട് ഞാനും നിങ്ങളും രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് ഈ യോഹന്നാൻ സ്നാപകൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഇത് പലപ്പോഴും സൺഡേ സ്കൂൾ കുട്ടികൾ കഥകളായിട്ട് പഠിക്കുമ്പോഴും എല്ലാം വളരെ എളുപ്പമായിട്ട് തോന്നും. നമുക്കെല്ലാവരുടെയും ആഗ്രഹവും അത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യം നമുക്കുണ്ട്.
അതിനുവേണ്ടി ഏതെല്ലാം തരത്തിൽ ഒരുങ്ങണം, സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ശ്രേഷ്ഠമായ മൂല്യങ്ങൾ നിലനിർത്തി ഇതെല്ലാം ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കണമെന്നും നമുക്കതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും സാധിക്കാതെ പോകുന്ന ചില ഘടകങ്ങൾ നമുക്ക് മുൻപിലുണ്ടെന്നുള്ള വസ്തുത വിസ്മരിച്ച് കളയുവാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം നവീന മാധ്യമങ്ങളിൽ വന്ന ഒരു ചെറു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. നമുക്കെല്ലാം സുപരിചിതനായ ഇന്നസെൻ്റ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആലിസും ചേർന്ന് 46 വയസ്സായ ഒരു യുവാവിൻ്റെ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നുപോയി. വളരെ അടുത്ത കുടുംബമാണ്. രണ്ടുപേരും കുറേ നേരം അവിടെ ചിലവഴിച്ചു. പുരോഹിതന്മാർ വന്ന് പ്രാർത്ഥനകൾ തുടങ്ങി. ഇവൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം ഇവനായിട്ട് കാത്തിരിക്കുന്നു എന്നെല്ലാം പുരോഹിതൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം പുരോഹിതൻ പറഞ്ഞു, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് നേരത്തെ വിളിച്ചു ചേർക്കുന്നത്. അതുകൊണ്ട് ഈ മകൻ്റെ മരണം 46 വയസ്സിലാണെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് ഓർമ്മിപ്പിച്ചു. രണ്ടുപേരും കൂടെ നിന്ന എല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ ശ്രവിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ് അദ്ദേഹവും ഭാര്യയും വാഹനത്തിൽ തിരിച്ചു കയറി. ഇന്നസെൻറ്റിനെ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് കാര്യമായി അദ്ദേഹത്തെ സ്പർശിച്ചതുപോലെ അദ്ദേഹം ഇങ്ങനെ കാറിൻ്റെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറേയേറെ നേരമായി ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുന്നത് കണ്ട ഭാര്യ ആലീസ് അദ്ദേഹത്തെ നോക്കി, എന്താണ് എൻ്റെ ഭർത്താവിന് പറ്റിയത്? മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസ് പിതാവിൻ്റെ ഒരു ചെറിയ കുരിശുപള്ളി കണ്ടു. ഇത് കണ്ടതോടുകൂടെ ഇന്നസെൻ്റ് അങ്ങോട്ട് നോക്കിയിട്ട് കൊഞ്ഞനം കാണിച്ചു എന്നാണ് പറയുന്നത്. കൊഞ്ഞനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, എങ്ങനെയാണത് വിശദീകരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെയാണോ ഭാഷ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ട ഉടനെ ആലീസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞെട്ടിപ്പോയി. കാരണം ദൈവനിന്ദയല്ലേ കാണിച്ചത്, ദൈവകോപം നിശ്ചയമായി ലഭിക്കും. ഉടനെ അദ്ദേഹത്തെ തട്ടി ഉണർത്തി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഉടനെ ഇന്നസെൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ മരണ വീട്ടിലെ പ്രസംഗം ശ്രദ്ധിച്ചുവോ? ശ്രദ്ധിച്ചു. ആ പുരോഹിതൻ പറഞ്ഞത് ശ്രദ്ധിച്ചുവോ? ശ്രദ്ധിച്ചു. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ ഞാൻ ഒരുപാട് ദൈവത്തോട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവത്തെ സ്നേഹിച്ചു. എനിക്ക് ലഭിച്ചതിൽ നിന്ന് ഒരുപാട് സത്പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള മകനായി തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇന്ന് അച്ഛൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് വേഗം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുന്നത്. അതുകൊണ്ട് ഇനി ദൈവം എന്നെ സ്നേഹിക്കേണ്ടെന്ന് കരുതിയാണ് ഞാനിങ്ങനെ ചെയ്തത്. ആലീസ് ഞെട്ടിപ്പോയി. രണ്ടുപേരും അല്പനേരം മൗനതയിലായിരുന്നു. വീണ്ടും കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആലീസ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു ത്രേസിയുടെ ഒരു കപ്പേള കണ്ടപ്പോൾ ആലീസും ഇന്നസെൻ്റ് എന്ത് കാണിച്ചുവോ അത് തന്നെ കാണിച്ചു, കൊഞ്ഞനം കാണിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഇതുപോലെയാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നാം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിൽ നമുക്ക് ലോകത്തിൻ്റെതായ നമ്മുടെ ഒരു ചിന്ത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ നമുക്ക് നൽകുന്ന മാതൃക അതല്ല. ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹിതനായി, അവൻ്റെ പ്രവാചകനായി, ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അതിനേതെല്ലാം തരത്തിൽ യോഹന്നാൻ ഒരുക്കം പ്രാപിച്ചുവോ അതുപോലെ ഒരുങ്ങിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവന് വേണ്ടി വഴിയൊരുക്കുവാൻ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ ഒരുക്കുവാനുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പത്യോപദേശത്തിൽ നമ്മുടെ മക്കളെ വളർത്തണം. ഈ ജീവിത
ചര്യ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിന് വേണ്ടി വഴിയൊഴുക്കുന്നവരായിട്ട് തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പിന് 2:30 മണിക്ക് കുന്നംകുളത്ത് നിന്ന് പരിമലയിലേക്ക് കാൽനട തീർത്ഥയാത്രയായി 17ാമത്തെ വർഷമാണ് ഈ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 5 ദിവസം പൂർത്തീകരിച്ച് ശനിയാഴ്ച സന്ധ്യയ്ക്ക് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തൃപ്പാദന്തിക്കൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ഒരു അവസരം നൽകിയ സെമിനാരി മാനേജറോടും അതുപോലെ തന്നെ മറ്റ് വൈദിക ശ്രേഷ്ഠരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം ഈ കാൽനട തീർത്ഥാടക സംഘത്തിൻ്റെ ഒരു കലണ്ടർ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അതിലുള്ള എല്ലാവരും സംബന്ധിക്കണം. ഈ കാൽനടയിൽ സംബന്ധിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയും കാവലും നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.